ബിന്ദു എന്ന വീട്ടമ്മയുടെ കുടുംബത്തെ അനാഥമാക്കിയതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം സർക്കാരിനെന്ന് ജെബി മേത്തർ എം പി. മെഡിക്കൽ കോളേജിൽ അപകട സ്ഥലത്തെത്തിയ മന്ത്രിമാർ സർക്കാരിന് വീഴ്ചയില്ല, കെട്ടിടത്തിൽ ആരുമില്ല എന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു. വിലപ്പെട്ട 2.5 മണിക്കൂർ ബിന്ദു മണ്ണിനടിയിൽ അകപ്പെടാൻ കാരണം മന്ത്രിമാരായ വീണ ജോർജും വാസുവിനും മാത്രമാണ്. തൊട്ടടുത്തുണ്ടായിരുന്ന മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിലെത്താൻ 6 മണിക്കൂർ വേണ്ടി വന്നു. എന്നിട്ടും 6 മിനിറ്റ് പോലും അവിടെ ചെലവഴിക്കാനോ അപകട സ്ഥലമോ കുടുംബത്തെയോ സന്ദർശിക്കാനോ മുഖ്യമന്ത്രി മെനക്കെട്ടില്ല. നിലമ്പൂരിൽ കേട്ടത് ഈ സർക്കാരിന്റെ മരണമണിയാണെന്നും ജെബി മേത്തർ എം പി പറഞ്ഞു. അവിടെ ചെന്ന് ഇത് വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ്, ഇത് പൂട്ടിക്കിടക്കുന്ന സ്ഥലമാണ്, ഇത് ആൾപെരുമാറ്റമില്ലാത്ത സ്ഥലമാണ് എന്നൊക്കെ സ്ഥാപിക്കാനുള്ള വ്യഗ്രതയാണ് കേരളത്തിലെ മന്ത്രിമാർ കാണിച്ചത്. മുഖ്യമന്ത്രി വെറും തൊട്ടടുത്തുണ്ടായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു അപകടം നടന്ന സ്ഥലത്തേക്ക് എത്താൻ 6 മണിക്കൂർ വേണ്ടി വന്നു. ഉമ്മൻചാണ്ടി സാർ എന്ന മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ ആ നിമിഷം അവിടെ ഓടിയെത്തിയത്. മുഖ്യമന്ത്രി വന്നു, കണ്ടു, പോയി. ഒരക്ഷരം പോലും പറയാതെ അവിടെ നിന്ന് തിരിച്ചു പോയൊരു മുഖ്യമന്ത്രി. ആ മരണമടഞ്ഞ ബിന്ദുവിന്റെ വീട്ടിൽ നമ്മളൊക്കെ പോയതാണ്. വളരെ ദയനീയമായ അവസ്ഥയാണ്. ആ ചേട്ടൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ബിന്ദു ആയിരുന്നു ഞങ്ങളുടെ വീടിന്റെ നെടുന്തൂണ്, മക്കളെ പഠിപ്പിച്ചത്, ജോലിക്ക് പോയിരുന്നത്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ മഹിളാ സാഹസയാത്രയ്ക്ക് മരങ്ങാട്ടുപള്ളിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. KPCC അംഗം ജാൻസ് കുന്നപ്പള്ളി സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആൻസം സാബ് അധ്യക്ഷത വഹിച്ചു. മാർട്ടിൻ മന്നിക്കോട്ട്, മിനി ശശി, പ്രസിദ്ധ സജീവ്, ബെറ്റി ടോജോ, ബിന്ദു സന്തോഷ് കുമാർ, വിജയമ ബാബു, TP ഗംഗാദേവി, അഡ്വക്കേറ്റ് ജോർജ് വയസ്, KV മാത്യു, ജോസ് ജോസഫ്, ആഷിൻ അനിൽ, സിബു മാണി, ജോസ് പാറയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി.